പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 30 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചത് എന്നോർത്ത് നോക്കി. എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. ആ കൈകളെ ഉയർത്തിപ്പിടിച്ചോണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നമ്മുടെ പിതാവ് നമ്മളെ നടത്തുന്നതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. യഹോവ ഈരയായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ സകല ആവശ്യങ്ങളിലും നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുന്ന നല്ല പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ റാഫയായി, നല്ല വൈദ്യനായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ സഹായിക്കുന്ന, നമ്മളെ സൗഖ്യമാക്കുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന നല്ല പിതാവിന് കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ വിശ്വസ്തതയ്ക്കായിട്ട് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. സങ്കീർത്തനക്കാരൻ 3-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 3:3, അങ്ങോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ആമേൻ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാനിപ്പോൾ ഉണർന്നുമിരിക്കുന്നു. ഹല്ലേലൂയ. 6-ാമത്തെ വാക്യം, എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. 8, രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, കർത്താവിൻ്റെ അനുഗ്രഹം കർത്താവിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെടട്ടെ. പിതാവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെ മേലും അങ്ങയുടെ അനുഗ്രഹം വരുമാറാകട്ടെ, അങ്ങയുടെ സമാധാനം വരുമാറാകട്ടെ, അങ്ങയുടെ സ്വസ്ഥത വരുമാറാകട്ടെ. എല്ലാവരുടെ മേലും സന്തോഷം നിറഞ്ഞ് കവിയുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളിൽ വലിയ കരം, യഹോവയുടെ കരം, ഞങ്ങളുടെ പിതാവിൻ്റെ കൈ നീട്ടുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇന്ന് പകൽ അതിന്മേൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങളുടെ മേൽ ദൈവിക അത്ഭുതം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, കണ്ണ് പെട്ടെന്ന് അങ്ങ് ഡ്രൈ ആകുക, ആമേൻ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണിനകത്ത് ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. അതുപോലെ കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൈകാലുകളിൽ ചൊറിഞ്ഞ് തടിച്ച് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നവർ, ആമേൻ, ആ അസ്വസ്ഥത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരിപൂർണമായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ. ആ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടലിനകത്തുള്ള ചില രോഗങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. ഇൻഡസ്റ്റൈനകത്തുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മിറക്കിൾ ഹീലിംഗ് ഇൻഡസ്റ്റൈനകത്ത് ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, ജോലിയുടെ ആവശ്യങ്ങളായി നാളുകളായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ ഒരു വഴി അവർക്കായി തുറന്നു വരട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവേ, അതുപോലെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക, വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം യേശുവിൻ്റെ നാമത്തിൽ ഓൺ ടൈമിൽ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. അവർക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ തക്ക സമയത്ത് വിവാഹം നടക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ മറ്റ് എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. പ്രത്യേകിച്ച് തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അതിന്മേൽ ദൈവിക മഹത്വം വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ഗ്ലോറി 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. കർത്താവേ, ജനം അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മീയ ഉണർവ് പ്രാപിപ്പാൻ,
അടുത്ത ലെവലിലേക്ക് കയറുവാൻ ഈ ഉപവാസം മുഖാന്തരമാക്കി തീർക്കും. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഉപവാസത്തെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടണം. അത്ഭുതങ്ങളിലൂടെ കർത്താവ് നടത്തണം. കർത്താവ് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക അനുഗ്രഹത്താൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ നിറയുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉപവാസ പ്രാർത്ഥന നിങ്ങളെ ഓർപ്പിക്കുകയാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ. ആമേൻ. എപ്പോഴും നമ്മൾ കർത്താവിൻ്റെ കൂടെ അല്പസമയം മാറിയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. നമ്മൾ ഈ പോയ ഒരു മാസക്കാലം വളരെ ആവേശത്തോടെ ഒഴുകി കർത്താവ് നമ്മളെ നടത്തി. ഇനി ഈ പുതിയ മാസം തുടങ്ങുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 3 days എങ്കിലും കർത്താവിനോട് കൂടെ ഇരുന്നിട്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ആമേൻ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു അവസരമാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. നിശ്ചയമായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബ്ലെസ്സിങ്ങിന് കാരണമാകും. അറ്റ്ലീസ്റ്റ് സാധിക്കുമെങ്കിൽ ആഹാരം മാറ്റിവെക്കണം. 2 നേരമൊക്കെ 3 നേരം ഉപവസിച്ചാൽ ഒരു ദോഷവുമില്ല. ആമേൻ. വൺസ് ഇൻ എ വൈൽ നമ്മൾ ഉപവാസം നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. അത് ആത്മീകമായ അനുഗ്രഹത്തോടൊപ്പം തന്നെ ശാരീരികമായ അനുഗ്രഹങ്ങൾക്കും കാരണമാകും. അതുകൊണ്ട് ഉപവസിച്ച് വേണം മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ. ആമേൻ. ആരും തന്നെ മിസ് ചെയ്യില്ല. ഇവിടെ വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന എല്ലാവരും ഇവിടെ വന്ന് പങ്കെടുക്കണം. അല്ല എങ്കിൽ ഓൺലൈനിൽ പങ്കെടുക്കുന്നവർ ഓൺലൈനിൽ പങ്കെടുക്കണം. മിസ് ചെയ്യരുത് കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നു മുതൽ നിങ്ങൾ ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന നമുക്കെല്ലാം കാണാതെ അറിയാവുന്ന വാക്യമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അപ്പം ഈ ക്രിസ്തുവിൻ്റെ കൂടെയുള്ള ജീവിതം വറി ഫ്രീ ലൈഫാണ്. വറി ഫ്രീ, വിചാരങ്ങളില്ലാത്ത ജീവിതമാണ് ക്രിസ്തുവിലുള്ള ജീവിതം. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ്റെ ലൈഫിൽ വറീസിൻ്റെ ആവശ്യമില്ല. കാരണം വറീസ് എല്ലാം കർത്താവ് അങ്ങ് ഏറ്റെടുത്തു. അതാണ് പറയുന്നത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നിനെക്കുറിച്ചുമെന്ന് തന്നെ. അതായത് അവൻ എന്ത് കഴിക്കും, എന്ത് ഉടുക്കും, എന്ത് ധരിക്കും, എവിടെ താമസിക്കും, ഇങ്ങനെയുള്ള ഒരു വറീസും ഒരു ദൈവ പൈതലിന് ആവശ്യമില്ല. കാരണം അവൻ നമുക്കായി കരുതുന്നതാകുകയാണ്. അപ്പം നമുക്ക് വേണ്ടി കരുതുന്നത് മനുഷ്യനല്ല, ഭാര്യയല്ല, ഭർത്താവല്ല, ബോസല്ല, ചേട്ടനല്ല, ആമൻ അളിയനല്ല, അനിയനല്ല, ആരുമല്ല നമുക്ക് വേണ്ടി കരുതുന്നത്. നമുക്ക് വേണ്ടി കരുതുന്നത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ വറി ചെയ്യേണ്ട ആവശ്യം നമ്മുടെ ജീവിതത്തിലില്ല. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അന്ന് പരിശുദ്ധാത്മാവ് ഒരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിചാരം നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. വിചാരം നമ്മളെ ആകുലരാക്കി മാറ്റുകയും നമ്മളെ ഇനാക്റ്റീവ് ആക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് വിചാരപ്പെടരുത്. എന്നിട്ട് പറഞ്ഞു, പിന്നെ എന്തെങ്കിലും വിചാരം നിങ്ങളുടെ ജീവിതത്തിൽ, ഇപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ വരും. ഇപ്പം കുഞ്ഞിൻ്റെ അഡ്മിഷനെ കുറിച്ചുള്ള ചിന്ത വന്നു, അല്ലെങ്കിൽ ആ ജോലിയിൽ ഒരു വിഷയം വന്നു, എന്തെങ്കിലും ഒരു വിചാരപ്പെടേണ്ട സാഹചര്യം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും പറഞ്ഞ് എല്ലാത്തിനും, ഏത് വിഷയമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? വിചാരപ്പെടേണ്ട. ഇമ്മീഡിയറ്റ്ലി പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കണം. പെട്ടെന്ന് തന്നെ അറിയിക്കണം. നമ്മുടെ അപ്പനോട് പെട്ടെന്ന് അറിയിക്കണം. ഇങ്ങോട്ട് നോക്കി, ഇതൊരു നിർദ്ദേശമാണ്. എന്തിനു വേണ്ടിയുള്ള? വറി ഫ്രീ ആയിട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഒരു സൊല്യൂഷനാണ്. എന്നാ ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ വറീസ് വരാം. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ, അയ്യോ മോൻ്റെ കാര്യം എന്നാ ചെയ്യും, അല്ലെങ്കിൽ മോടെ കാര്യം എന്നാ ചെയ്യും, അല്ലെങ്കിൽ അതെന്നാ ചെയ്യും, ഇങ്ങനെയുള്ള വറീസ് നമ്മുടെ ലൈഫിൽ വരാം. അത് ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അത് വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളിരുന്ന് താടിക്ക് കയ്യും കൊടുത്ത് നഖവും കടിച്ചുകൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ബ്രദറെ, അല്ലെങ്കിൽ സിസ്റ്ററെ അറിഞ്ഞോ എന്ന് പറഞ്ഞ് അവരോട് പറയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ വിചാരപ്പെടരുതെന്നുള്ള പദം നമ്മൾ ഓർക്കണം. എന്തിനാ കാരണം? എല്ലാത്തിനും അതിനകത്ത് പറയുന്ന ഭാര്യയുടെ വിഷയമായാലും, ഭർത്താവിൻ്റെ വിഷയമായാലും, കുഞ്ഞുങ്ങളുടെ വിഷയമായാലും, വീട്ടിലെ വിഷയമായാലും, അയൽവാസിയുമായിട്ടുള്ള വിഷയമായാലും, ജോലിയിലെ വിഷയമായാലും, വിവാഹത്തിൻ്റെ വിഷയം, എന്ത് വിഷയമായാലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ എന്നെ അറിയിക്കണം. അപ്പയോട് പറയണം, അപ്പാ എൻ്റെ മുമ്പിൽ ഇങ്ങനൊരു വിഷയം വന്നിട്ടുണ്ട്. അപ്പ പറഞ്ഞിട്ടുണ്ട് വിചാരപ്പെടേണ്ട. പക്ഷേ അപ്പ പറഞ്ഞു അങ്ങേ അറിയിക്കണം. അപ്പം ഞാൻ അറിയിക്കുന്നു. അതിനുള്ള സൊല്യൂഷൻ, അതിനുള്ള പരിഹാരം അങ്ങ് കണ്ടിരിക്കുന്നതിനായി സ്തോത്രമെന്ന് പറയണം. ട്രസ്റ്റ്, ആ വചനത്തിൽ ട്രസ്റ്റ് ചെയ്യണം. കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം. കർത്താവ് പറഞ്ഞ വചനത്തിൽ ട്രസ്റ്റ് ചെയ്യണം. കർത്താവ് പറയുന്നു, കർത്താവിനോട് പറയണം. അപ്പോൾ അപ്പോസ്തലൻ പറയുക, പരിശുദ്ധാത്മാവിൽ എന്നാ സംഭവിക്കും? എന്നാൽ സകല ബുദ്ധിയും. അപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയം ചിലപ്പോൾ ചെറുതാകാം, വളരെ വലുതാകാം, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയമായിരിക്കാം നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷേ വേദപുസ്തകം പറയുക, എല്ലാത്തിനും പ്രാർത്ഥിച്ചാൽ മതി.
പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അപ്പോൾ നമ്മുടെ അതേ പ്രശ്നത്തിലൂടെ പോകുന്ന മറ്റേ ആൾ ഭയങ്കര ടെൻഷനിലായിരിക്കും, വറീഡായിരിക്കും. അയ്യോ എൻ്റെ ബ്രദറെ എന്നാ ചെയ്യും? അവിടെ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്നു. എന്നാ പറഞ്ഞു, ഞാൻ ഏൽപ്പിക്കേണ്ടവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ എനിക്കായി കരുതിയിട്ടുള്ളത് കൊണ്ട് എനിക്കതിനകത്ത് ടെൻഷനില്ല. കാരണം ഞാൻ ടെൻഷൻ അടിച്ചാൽ കർത്താവ് പറയും ഇവൻ എന്നെ വിശ്വാസമില്ല. കർത്താവ് നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ കർത്താവ് എന്നാ പറയുന്നത്? ഇവനെ എന്നിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ടെൻഷൻ അടിക്കും. അയ്യോ നമ്മളിരുന്ന് ആകുലപ്പെടുക, രാത്രിയിൽ ഉറങ്ങാൻ പറ്റുന്നു. അയ്യോ എൻ്റെ കർത്താവേ എന്നാ ചെയ്യും? അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നു. അപ്പം നമ്മുടെ അതിൻ്റെ അർത്ഥം എന്തുവാ? നമുക്കതിനകത്ത് കർത്താവിൽ വിശ്വാസമില്ല. കർത്താവ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണം, നിൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ, ഞാനത് ശരിയാക്കി തരാം. അപ്പം നമ്മൾ എന്നാ ചെയ്യണം? പറയുക മാത്രം ചെയ്താൽ മതി. എന്നിട്ട് അതിന് സ്തോത്രം പറഞ്ഞു. കർത്താവേ അതിന് സൊല്യൂഷൻ വന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ അതിന്മേൽ അത്ഭുതകരമായ വിജയം നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് അങ്ങനെ ഒരു മിറക്കിൾ വേയിൽ നമ്മളെ നടത്താൻ പോവുകയാണ്? നമുക്ക് കരങ്ങളെ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ സകല ബുദ്ധിയും കവിത ദൈവിക സാധാരണ ബുദ്ധിക്കപ്പുറത്തുള്ള സൊല്യൂഷനായിരിക്കും കരുത്. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം സമാധാനിക്കാനുള്ള വകുപ്പ് ഉണ്ടാകത്തില്ല. ടെൻഷൻ അടിക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ടെൻഷൻ അടിക്കാൻ പറ്റുന്ന വിഷയമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്നാ ചെയ്യണം? നമ്മൾ പറഞ്ഞില്ല, കർത്താവ് എന്നോട് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവ് കൈകാര്യം ചെയ്യും. നിങ്ങൾക്കറിയാമോ, അങ്ങനെ ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ സ്വർഗം ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവനെ വിടുവിക്കുവാൻ കർത്താവ് തൻ്റെ ദൂതന്മാരെ അയക്കും. സിംഹക്കൂട്ടിൽ കിടക്കുമ്പോൾ ദാനിയേലിനെ വിടുവിപ്പാൻ എന്തിനാണ് ദൂതന്മാരെ അയച്ചത്? സിംഹക്കൂട്ടിൽ കിടക്കുമ്പോഴും ദാനിയേലിന് ഒരു ടെൻഷനുമില്ല. ദാനിയേലിനറിയാം, ഞാൻ കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ സൂക്ഷിക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവൻ. സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ പൗലോസിന് വേണ്ടി എന്തുകൊണ്ടാണ് കാരാഗ്രഹം ഇളക്കുന്നത്? പൗലോസിന് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു വറിയുമില്ല. പൗലോസ് അവിടെ സുഖമായിട്ട് പാട്ടും പാടി കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. പൗലോസിനറിയാം, ഞാനൊരു ദൈവിക പദ്ധതിയില്ല, കാരാഗ്രഹത്തിൽ തീരാനാണ് തീരട്ടെ, അല്ല ദൈവത്തിന് എന്നെ ഇതിനകത്തുനിന്ന് പുറത്ത് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പ്ലാനുണ്ടെങ്കിൽ കർത്താവ് അത് ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്ന കാണുമ്പോൾ കർത്താവിന് ഭയങ്കര സന്തോഷമാണ്. ട്രസ്റ്റ് ചെയ്യണം, എന്നിട്ട് കർത്താവിൽ ആ വിഷയം ഏൽപ്പിച്ചു കൊടുത്തിട്ട് സ്വസ്ഥമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കർത്താവ് നിങ്ങളെ അത്ഭുതമാക്കും. കരങ്ങൾ ഉയർത്തിയാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് ഇനി ഞാൻ വറി ചെയ്യത്തില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? ട്രസ്റ്റ് ചെയ്യും. ഒന്നും പറഞ്ഞ് ഞാൻ വറി ചെയ്യത്തില്ല, പിന്നെ എന്ത് ചെയ്യും? ഞാൻ ട്രസ്റ്റ് ചെയ്യും. കർത്താവിൽ ഞാൻ ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ജീവിതം അത്ഭുതമായി മാറും. കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.